പോലീസിന്റെ ക്രൂരമുഖങ്ങൾ അല്ലെങ്കിൽ മർദ്ദനമുറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പോലീസുകാർക്കിടയിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിലൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഗോത്ര വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ് പോലീസ്. വയനാട് കമ്പളക്കാട് ജനമൈത്രി പോലീസാണ് കരിക്കുറ്റി പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്കായി ബോധവൽക്കരണവും മോട്ടിവേഷണൽ ക്ലാസും സംഘടിപ്പിച്ചത്. SI NK ദാമോദരനും സിവിൽ പോലീസ് ഓഫീസർ ജിഷ്ണു രാജുവുമാണ് പാട്ടുകഥകളുമായി വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നത്. CPO ജിഷ്ണു രാജുവിന്റെ നാടൻ പാട്ടായിരുന്നു പരിപാടിയുടെ പ്രധാന ഹൈലൈറ്റ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് കമൽ ചേരുന്നുണ്ട്. കമൽ, കാക്കിക്കുള്ളിലെ ഒരു കലാഹൃദയമല്ലേ? പലപ്പോഴും നമ്മൾ മറ്റ് തരത്തിൽ ഒക്കെ ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട് പോലീസുകാരെ. പക്ഷേ ഇങ്ങനെ പാട്ടുപാടിയും കഥ പറഞ്ഞും ഒക്കെ കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ബോധവൽക്കരണം നടക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമാണല്ലേ? ജയലക്ഷ്മി, എന്ത് രസമല്ലേ ജിഷ്ണുവിൻ്റെ പാട്ട് കേൾക്കാൻ. നമ്മളത് ആസ്വദിക്കുന്ന പോലെ തന്നെ ആ താളവും പാട്ടും ഒക്കെ ആ കുട്ടികളും ആസ്വദിക്കുന്നത് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. യൂണിഫോം ഇട്ട ഒരു പോലീസ് ഓഫീസറാണ് ജിഷ്ണു രാജു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്ത് നന്നായാണ് പാടി ആ കുട്ടികളെ കയ്യിലെടുക്കുന്നത്. ഇങ്ങനെ പാട്ടും കഥകളുമൊക്കെയായി കുട്ടികളോട് സംവദിക്കുമ്പോഴാണ് ഇവർ പറയുന്ന ഗൗരവമുള്ള ആശയങ്ങൾ കൂടി കുട്ടികളുടെ മനസ്സിലേക്ക് കയറുക. കരിങ്കുറ്റി പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളാണ്. അവിടെയാണ് ജനമൈത്രി പോലീസിൻ്റെ ബോധവൽക്കരണ ക്ലാസും അതുപോലെ അവർക്ക് മോട്ടിവേഷണൽ ക്ലാസ്സുമൊക്കെ പോലീസ് നൽകിയത്. കമ്പളക്കാട് ജനമൈത്രി പോലീസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ പരിപാടി. SI ദാമോദരൻ സാറും അതുപോലെ അതോടൊപ്പം ജിഷ്ണുവുമാണ് ഈ ക്ലാസ്സും പാട്ടുമൊക്കെ ഈ കുട്ടികളെ കയ്യിലെടുത്തത്. അവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. പക്ഷേ അതോടൊപ്പം ഈ പാട്ടും കഥകളുമൊക്കെ ആയി വിദ്യാർത്ഥിനികൾക്ക് ഈ പ്രധാനപ്പെട്ട നിയമവശങ്ങളും അതുപോലെ മറ്റ് പോലീസിൻ്റെ കാര്യങ്ങളുമൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തായാലും ജനമൈത്രി പോലീസിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. പണ്ടൊക്കെ കുട്ടികളൊക്കെ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് യൂണിഫോം ഇട്ട പോലീസുകാരെ കാണുമ്പോൾ പേടിയായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയും ഒന്നുമല്ല പോലീസ് ആളുകളുടെ ഇടയിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ പാട്ടും ആ കുട്ടികളുമൊക്കെ നൽകുന്നത്. ജയലക്ഷ്മി.